എൻ്റെ 2 സഹോദരന്മാരാണ് ഇക്കിടക്കുന്നത്. ഏട്ടൻ ലോട്ടറി വിൽക്കാൻ പോയിട്ടാണ് കുടുംബം കഴിയണത്. അച്ഛനാണെങ്കിൽ മരുന്ന് വാങ്ങാനും ഒന്നിനും കാശില്ല, അമ്മയ്ക്ക് സുഖമില്ല. പിന്നെ ഏച്ചി ഏതെങ്കിലും വീടുകളിലൊക്കെ പണിക്ക് സഹായിക്കാൻ പോകും. ഏച്ചിയും സുഖമില്ലാത്ത ഒരു ആളാണ് ഒരു കാലമുണ്ട്. പിന്നെ ഒരു ചെറിയ കുട്ടിയാണ് ഉള്ളത്, 8 വയസ്സായ. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ സഹായിക്കണം, ജീവിച്ചു പോവായിരുന്നു. കാലുകൊണ്ട് വയ്യ, എന്നാലും കിട്ടും. 10-12 ലോട്ടറി വിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബത്തിലേക്ക് വേണ്ട എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. വേറെ ഒരു നിവൃത്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഒരു കട്ടിമിൽ 5 ആളാ കിടക്കുന്ന, 3 ആള് വടിയുണ്ട്, 2 ആള് അപ്പുറത്തും ഉണ്ട്. ഒരു മോനാണ് എനിക്കുള്ളത്. രാവിലെ ഓന് എന്റെ കൂടെ പണിക്ക് പോരും. ഇവിടെ ആക്കിയിട്ട് പോകാനും കഴിയില്ല, പരിക്ക് നോക്കാനും കഴിയൂല. പക്ഷെ ഇവരെ കണ്ണുനീര് ആരും കാണാതെ പോകരുത്. ഒന്ന് നമ്മുടെ നെഞ്ചോട് ചേർത്ത് ഈ കുടുംബത്തിനൊന്ന് ചേർത്ത് പിടിച്ച ഈ കുടുംബം രക്ഷപ്പെടുന്നുള്ളത് ഉറപ്പാണ്. മുഴുവൻ ആൾക്കാരും രോഗികളായിക്കൊണ്ട് ഈ ഒരു വീട് ചികിത്സിക്കാൻ വേണ്ടി ഒക്കെ കടമെടുത്തുകൊണ്ട് ബാങ്ക് ജപ്തി വക്കിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു പ്രയാസത്തിലാണ്. ഈ ഒരു കുടുംബത്തിന്റെ വിഷയം ജപ്തിയല്ല, ഈ കുടുംബങ്ങൾക്ക് ജീവിച്ചു പോകാൻ ഇവിടെ ഒരു സംവിധാനങ്ങളില്ല. നമ്മുടെ അയൽവക്കത്തും നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലവിധ ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടുള്ള വീഡിയോയും സഹായ വീഡിയോകളൊക്കെ നമ്മൾ നാളിതുവരെ പലയിടങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഒരു വീട്ടിൽ ഒരു 6 സഹോദരന്മാരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റൂല. വീട് ജപ്തിയിലാണ്, 10 ലക്ഷം രൂപയോളം കടമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ചികിത്സ വേണം, നല്ല ചികിത്സ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാരുണ്യമുണ്ടെങ്കിൽ, സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സഹായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരൊക്കെ ഇങ്ങനെ കിടന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നത് കൊണ്ടോ രോഗങ്ങളുടെ കാഠിന്യം എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇവരുടെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു കുട്ടിയോട് പോലും 1 രൂപ പോലും കടം വാങ്ങിച്ചില്ല. എല്ലാ മക്കളും അംഗവൈകല്യമുള്ളവരാണ്, എല്ലാവരും രോഗമുള്ളവരാണ്. ഞാൻ എന്റെ ആയുസ്സുള്ള കാലം മുഴുവനും ഞാൻ എന്റെ മക്കളെ ഒരാളെ മുമ്പിലും ഒരു വീഡിയോന് മുമ്പിലും കൈനീട്ടാൻ അനുവദിച്ചില്ല. ആങ്ങൾക്ക് ചികിത്സ കൊടുക്കണം, അമ്മക്ക് ചികിത്സ കൊടുക്കണം, എന്റെ അനുജത്തിക്ക് ചികിത്സ കൊടുക്കണം. ആരുമില്ല പ്രിയപ്പെട്ടവരെ. ഇവർക്കൊക്കെ അയൽവക്കത്തൊന്നും മറ്റു സൗഹൃദങ്ങളൊക്കെ കൊടുക്കുന്ന തുച്ഛമായ എന്തെങ്കിലും കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ അടുപ്പിൽ തീ പോകുന്നത്. വല്ലാത്തൊരു പ്രയാസമാണ്. സുനിത എന്ന് പറയുന്ന ആങ്ങളുടെ ഭാര്യ പല വീടുകളും പോയിട്ട് പാത്രം കഴുകിയിട്ടും മറ്റു പണികളൊക്കെ എടുത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത്. ആരാരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന ലോക മലയാളി നന്മയുള്ള പ്രിയ സൗഹൃദങ്ങളെ, ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഇവരുടെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു സഹായ വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നല്ല മനസ്സുകളെ, ഞാൻ രാമനാട്ടുകര നഗരസഭയിലെ ചുള്ളിപ്പറമ്പ് ഡിവിഷൻ കൗൺസിലർ നിർമ്മൽ. ഒരു കുടുംബത്തിലെ 5 പേരും രോഗികളായ ഈ അവസരത്തിൽ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അതിലുപരി ഇവരുടെ വീട് ജപ്തിയാവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ചികിത്സാ സഹായം വളരെ വലിയൊരു തുകയാണ്, കണ്ടെത്തേണ്ടതുണ്ട്. അകമഴിഞ്ഞ സഹായം നൽകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. രാമനാട്ടുകര നഗരസഭയിലെ വൈസ് ചെയർമാനാണ്, സുരേഷ് എന്നാണ് പേര്. ഈ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ കണ്ണൂരിൽ നിന്ന് എത്തിയ ചാരിറ്റി പ്രവർത്തകൻ ജലീൽ കണ്ണൂരിന്റെ നേതൃത്വത്തിലാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. എല്ലാ നല്ലവരായ ആളുകളുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് രോഗികളാണ്. ഒരു 5 പൈസ പോലും ഇൻകം ഇല്ലാത്ത ഒരവസ്ഥയും നയിച്ചു കൊണ്ടുവരാൻ ആളില്ലാത്ത ഒരവസ്ഥയുമുള്ള ഒരു കുടുംബമാണ് ഇത്. ഈ പാവപ്പെട്ട ഈ കുടുംബത്തെ സഹായിക്കണം, എല്ലാവരും തന്നെ സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ അടുത്തുള്ള ഒരു പള്ളിന്റെ ഒരു മുത്തവല്ലി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഗീതം, രാമനാട്ടുകര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, ഇപ്പോൾ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു. ഒന്നിച്ച് അവരവരുടെ കഴിയുന്ന സഹായം നൽകണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, സാമൂഹ്യ പ്രവർത്തകൻ. പെട്ടെന്ന് ചികിത്സിച്ച് നമുക്ക് അവരെ സഹായിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മുഴുവൻ ആളുകളുടെയും സഹകരണം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. രാമനാട്ടുകര സഹകരണ ബാങ്കിന്റെ ഡയറക്ടറാണ്, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനാണ്. ബാങ്കിനാൽ കഴിയുന്ന സഹായം 1 ടൈം സെറ്റിൽമെന്റ് പരമാവധി സഹായം ബാങ്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷത്തിൽ കൂടുതൽ രൂപ ബാങ്ക് അവർക്ക് അളവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവരുടെ വലിയ ബാധ്യത അടച്ചു തീർക്കാൻ വേണ്ടി ആ അളവ് ചെയ്ത് കൊടുത്താൽ പോലും അവർ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അപ്പം നമ്മളെല്ലാവരും കൂടി കൂട്ടായി തീരുമാനിച്ച് സഹായിച്ചാൽ മാത്രമേ ഇന്ന് ആ കുടുംബത്തിന് ഇവിടെ തുടർന്നുള്ള ജീവിതത്തിനും അതുപോലെ തന്നെ ഈ കടബാധ്യത തീർക്കാനും അവർ കഴിയുകയുള്ളൂ.